പക്ഷേ ഇത് നമ്മളെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് എല്ലാവർക്കും ദോഷമാണ്. കാര്യം നമ്മൾ ഈ ടിപ്പർ ഫീൽഡുകാരെ ഒരുപാട് ഇപ്പം ജനങ്ങൾ തന്നെ ഇളവി നല്ല രീതിയിൽ നമ്മളെ ഇപ്പം അവിടെ തന്നെ കണ്ടില്ലേ, ജനങ്ങൾ ഒരുപാട് ഒന്നും അറിവില്ലായ്മയിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഓ അങ്ങനെ പോണു, ടിപ്പർ ഇങ്ങനെയാണ്. ടിപ്പർ മാത്രമാണോ കുറ്റക്കാരൻ? ബസ്സുകൾ പോകുന്നില്ലേ? അതാണ് എൻ്റെ ടിപ്പർ മാത്രമാണോ കുറ്റക്കാർ? നിൻ്റെ ഒരു രീതിയിൽ അതിൻ്റെ ഒരു പറയൂ. ടിപ്പർ മാത്രമാണ് നിലത്തിൽ വണ്ടി ഇറങ്ങുമ്പോൾ ടിപ്പർ മാത്രമാണ് കുറ്റക്കാർ? ടിപ്പർ മാത്രമല്ല, ഇപ്പം എല്ലാവരും നമ്മുടെ റൂള് പാലിച്ചല്ല പോകുന്നത്. ഈ സ്കൂൾ ടൈം വെച്ചിട്ടുണ്ട്. ഈ സ്കൂൾ ടൈമിന് ഇത്രയും അപകടങ്ങൾ നടക്കുന്നുണ്ട്. സംഭവം വീട്ടിൽ, അതായത് രാത്രി 10-11 മണി വരെ സെക്കൻഡ് ഷോയും അതും ഇതും കണ്ടിട്ട് വീട്ടിൽ ഉള്ളവർ വന്ന് കിടന്നുറങ്ങും. രാവിലെ കൊച്ചിനെ എഴുന്നേൽപ്പിച്ച് പഠിക്കാൻ കൊണ്ടാക്കാനായിട്ട് അവർ എഴുന്നേൽക്കാനൊന്ന് ലേറ്റാവും. പല സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും പലരും കാണിക്കുന്ന ഒരു ഇതാണ് കാര്യം. അവർ പെട്ടെന്ന് കൊച്ചി സ്കൂൾ ബസ് പോകും. ഈ ബസ്സിൻ്റെ പിറകെ അടുത്ത സ്കൂട്ടി ഉണ്ടെങ്കിൽ സ്കൂട്ടി അല്ലെങ്കിൽ കാറ് എടുത്തു വെച്ച് പായും. അന്നേരത്തെ അവരെ ലക്ഷ്യം സ്കൂൾ മാത്രം, സൈഡൊന്നും നോക്കാറില്ല. അപ്പോഴായിരിക്കും ഒരു ടിപ്പർകാരൻ കയറി വരുന്നത്, ഇതാ നടക്കുന്നു. മനസ്സിലായ? പഴി ആരെ പേരിന് വരും? ടിപ്പറിൻ്റെ പേരിന് വരും. ഇത് നേരത്തെ ഇത് ഒരുവിധപ്പെട്ട എല്ലാ വീടുകളിലും, എൻ്റെ വീട് ഉൾപ്പെടെ ഞാൻ അംഗീകരിക്കുന്നു, മനസ്സിലായി ഇത് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇല്ലേ? അതെ, ഇവിടെ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. വെപ്രളപ്പെട്ട് പോണ ഒരുപാട് നടക്കുന്നുണ്ട്. നമ്മൾ ഇത് സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പം നടന്നു, ഇനി കുറച്ച് കാൾ ഇത് കണ്ടിന്യൂഷൻ. അതായത് വണ്ടികളെ പിടിക്കുക, ഭീമമായിട്ടുള്ള പെറ്റി ഫൈൻ അടിച്ചു കൊടുക്കുക. ഇതിങ്ങനെ നമ്മളെ കേരളത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. വേറൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത്.